നമ്മള് 22-ാമത്തെ ശ്ലോകമാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ എപ്രകാരം ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നുവോ അപ്രകാരം ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വേറെ ശരീരങ്ങളെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് ശരീരധർമ്മങ്ങൾ ആത്മാവിനെയും ബാധിക്കുന്നില്ല എന്ന വസ്തുതയെ ഒരു ഉദാഹരണത്തിലൂടെ അടുത്ത ശ്ലോകം അതാണ്. ഈ ശരീരത്തിന്റെ ഇതൊക്കെ ആത്മാവിനെ ബാധിക്കുന്നില്ല ഒരു ശ്ലോകമായത്. മനുഷ്യൻ എപ്രകാരം ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നുവോ അപ്രകാരം ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വേറെ ശരീരങ്ങളെ പ്രാപിക്കും. ഈ ഷർട്ടിന്റെ ഒക്കെ ഒരു രീതി, ഷർട്ടിന് നമ്മളൊരു ഷർട്ട് ധരിക്കുന്നു, നമ്മളൊരു വസ്ത്രം ധരിക്കുന്നു, ആ വസ്ത്രത്തിന്റെ ഇതൊക്കെ എന്നെ ബാധിക്കൂ. എനിക്കൊരു അലങ്കാരം എന്നല്ലാതെ അല്ലെങ്കിൽ ഭംഗിയായിട്ടൊരു കാണുന്നല്ലാതെ അത് എൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ശരീരത്തിന്റെ കാര്യങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് സ്വമഹിമ മറന്ന് ദേഹത്തിൽ അഭിമാനിക്കുകയും ദേഹധർമ്മങ്ങൾ തൻ്റേതെന്ന് കരുതുകയും ചെയ്യുന്ന മൂഢനായ ജീവനായി ചമയുന്നു. ദേഹാഭിമാനിയായ ജീവനെയാണ് ദേഹി എന്ന് പറയുന്നത്. ഒരു ദേഹത്തിലെ അഭിമാനവും ഭുക്തി വെച്ചാല് നമ്മുടെ അനുഭവം കഴിഞ്ഞാൽ അതും വിട്ട് മറ്റൊന്ന് സ്വീകരിക്കും. സ്വസംസ്കാരത്തിന് അനുയോജ്യമായ സാഹചര്യത്തിൽ തനിക്ക് പറ്റിയ ദേഹത്തിൽ ഇങ്ങനെ മാറി മാറി കടന്നുകൂടുകയും വിട്ടുപോവുകയും ചെയ്യുന്ന ജീവന്റെ ജീവിതയാത്രയെ നല്ലൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ ചിത്രീകരിക്കുന്നു. ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് സ്വമഹിമ മറന്ന്, ഞാൻ പറഞ്ഞില്ലയോ, നമ്മുടെ പരമാത്മ ചൈതന്യന്റെ ഒരു അംശം എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുക. പരമാത്മ ചൈതന്യം ചെല്ലുക അത് ശുദ്ധബോധവാ. ആ ശുദ്ധബോധം എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുമ്പോൾ വാസനയിലുള്ള രീതി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതൊരു താഴ്ന്ന ലെവലിലോട്ട് വരിക, എൻ്റെ വാസനയിലോട്ട്. അതാണ് ജീവാത്മാവ്. ഇഷ്ടാനിഷ്ടങ്ങൾ, ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ സെപ്പറേറ്റാ, സംസ്കാരം. അപ്പം ആ പരമാത്മ ചൈതന്യം ഈ ഈ വാസനകൾ പ്രതിഫലിക്കുമ്പോഴാണ്, കണക്ട് ആവുമ്പോഴാണ് ഒരു ജീവാത്മാവ് പ്രകടമാവുന്നത്. അപ്പോൾ ആ വാസനയെ കൂടെ പ്രതിഫലിക്കുന്നതുകൊണ്ട് ഓരോ അനുഭവങ്ങളും ഓരോ ജീവാത്മാവിനും ഓരോ സംസ്കാരമുണ്ട്. അതിനനുസരിച്ച് ഈ പരമാത്മ ചൈതന്യം വളരെ ഒരു മഹത്തായ ഒരു ബൃഹത്തായ ഒരു എൻറ്റൈറ്റിയാണത്. പക്ഷെ അത് ലിമിറ്റഡ് ആയി വരിക. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പവറ് ചെറിയ ഒരു ഇതിൽ കൂടെ പ്രകടമാകുന്നു, ഒരു വാസനയിൽ കൂടെ. അതിനാൽ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്കെല്ലാം ഞാൻ ഇത്ര എനിക്ക് ഒക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത്? ഞാൻ ഈ പരമാത്മ എന്തൊരു അംശമാണ്. പക്ഷെ എന്തുകൊണ്ട് പറയുന്നു? എൻ്റെ വാസന കാരണം. എനിക്ക് ഇത്രേ കഴിവുള്ളൂ. എൻ്റെ തോന്നൽ, എനിക്കറിയാം എനിക്ക് ഈ കഴിവേ ഉള്ളൂ, എനിക്ക് മറ്റേതിന് ഒന്നും ചെയ്യാൻ കഴിവില്ല എൻ്റെ തോന്നലായത്. പക്ഷെ ഞാനൊരു ഈശ്വരന്റെ അംശമാണ്. ഈശ്വരന്റെ അംശം എന്ന് വെച്ചാൽ ഈ ബോധശക്തിയുടെ ഒരു അംശമാണ്. ഇതിന് ഇമ്മൻസ് പവറാ. അത് പക്ഷെ എന്നെ അങ്ങ് ആവരണം ചെയ്ത് കിടക്കുക. ഞാൻ ഈ പരിമിതനായ വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഈ പരമാത്മ ചൈതന്യം താഴ്ന്നു പോയി, വാസന കാരണം. ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് എന്നുവെച്ചാല് പരമാത്മന്റെ അംശം, അതാണ് ആത്മാവ്. സ്വമഹിമ, അതിന്റെ മഹത്വം മറന്ന് ദേഹത്തിൽ അഭിമാനിക്കുകയും ദേഹധർമ്മങ്ങൾ തൻ്റെതെന്ന് കരുതുകയും ചെയ്യുന്ന മൂഢനായ ജീവനായി ചമയുന്നു. ദേഹാഭിമാനിയായ ജീവനെയാണ് ദേഹി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരീരി. ശരീരത്തിൽ അഭിമാനിക്കുന്നത് ശരീരി, ദേഹത്തിൽ ദേഹി. ആ ദേഹാഭിമാന ജീവനെയാണ് ദേഹി എന്ന് പറയുന്നത്. ഒരു ദേഹത്തിലെ അഭിമാനവും ഭുക്തിയും ആ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം കഴിഞ്ഞാൽ അത് വിട്ട് മറ്റൊന്ന് സ്വീകരിക്കും. സ്വസംസ്കാരത്തിന് അനുയോജ്യമായ സാഹചര്യത്തിൽ തനിക്ക് പറ്റിയ ദേഹത്തിൽ ഇങ്ങനെ മാറി മാറി കടന്നുകൂടുകയും വിട്ടുപോവുകയും ചെയ്യുന്ന ജീവന്റെ ജീവിതയാത്രയെ നല്ല ഉദാഹരണത്തിലൂടെ ഇവിടെ ചിത്രീകരിക്കുന്നു. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് നാം വസ്ത്രങ്ങൾ മാറ്റി ധരിക്കുന്നത് പോലെയാണ് ജീവൻ ഒരു ദേഹം വെടിഞ്ഞും അനുയോജ്യമായ മറ്റൊന്ന് കൈക്കൊള്ളുന്നത്. പുതിയതായി സ്വീകരിക്കുന്ന ഓരോ ദേഹവും ദേഹിയുടെ അടുത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയവയായിരിക്കും. പുതിയതായി സ്വീകരിക്കുന്ന ഓരോ ദേഹവും ദേഹിയുടെ അടുത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയവയായിരിക്കും.
രാത്രിയിൽ അണിയുന്ന ലുങ്കിയുമായി ആരെങ്കിലും ഓഫീസിൽ പോകുമോ? ഇറുകിയ ഷർട്ടും പാന്റും ധരിച്ചാണോ നിങ്ങൾ പന്ത് കളിക്കുക? സ്ഥലവും സന്ദർഭവും നോക്കി ആളുകൾ വസ്ത്രം മാറ്റി ധരിക്കുന്നത് സാധാരണയാണ്. അതുപോലെ തന്നെയാണ് ദേഹിയുടെ ദേഹാന്തര പ്രാപ്തി. ഒരു ദേഹം വിട്ട് വേറെ ദേഹത്തിലോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിന് ആലോചിക്കുക. ഞാനെന്ന ജീവാത്മാവ് ഈ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി ഇപ്പൊ ഈ ജന്മം എടുത്തിരിക്കുക. അപ്പൊ ആ ജീവാത്മാവിന്റെ ബാല്യകാല അനുഭവങ്ങൾ ആ ജീവാത്മാവിനെ അനുഭവിക്കണം. ബാല്യകാലത്തിൽ പലതും ചെയ്തിട്ടുണ്ട്, അതിന്റെ അനുഭവങ്ങൾ അനുഭവിക്കണം, നല്ലതും ചീത്തയും. ആ ബാല്യകാലത്തില് അപ്പൊ ആ ശരീരം നമ്മൾ ഈ ശരീരം ജന്മമെടുത്ത് ശരീരം ജനിച്ച് നമ്മൾ ആദ്യത്തെ ദശകൾ ആ ബാല്യകാലം എന്ന് പറയുന്നത്. ആ ബാല്യകാലത്ത് ഏതെല്ലാം അനുഭവങ്ങൾ അനുഭവിക്കണമോ, നമ്മൾ പറയത്തില്ലേ ബാലാരിഷ്ടതയൊക്കെ ഉണ്ടെന്ന് പറയത്തില്ലേ ചില കുട്ടികൾക്ക്. എന്തെല്ലാം അനുഭവിക്കണം ആ സമയത്ത് അത് അനുഭവിക്കണം. അതിന് പറ്റിയത് അതാണ് ആ ബാല്യകാലത്തിലെ ശരീരം. അപ്പം ഈ ജീവാത്മാവിന് ആ ജീവാത്മാവിന് ബാല്യകാലത്തെ അനുഭവങ്ങളെല്ലാം കിട്ടുന്നിരിക്കട്ടെ. പിന്നെ ആ ശരീരം കൊണ്ട് ആ ജീവാത്മാവിന് പറയുന്നുണ്ട് ബാല്യകാലത്തിലെ അനുഭവങ്ങളെല്ലാം ആ പ്രാരംഭമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ ശരീരം വിട്ടേ പറ്റൂ. അപ്പോൾ ആ ശരീരം അടുത്ത ശരീരത്തിലോട്ടായി. ഞാൻ കൗമാരദശയിലോട്ടായി. എൻ്റെ ശരീരം വേറൊരു ദശയായി. കാരണം എന്തിനാ? കൗമാരദശയിലെ അനുഭവങ്ങളായി ആ ജീവാത്മാവ് അനുഭവിക്കണം. അതിന് ഈ ബാല്യകാലത്തിലെ ശരീരം അങ്ങനെ ഇരുന്ന് അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ വേറെ ശരീരം എടുത്തു. കൗമാരകാലത്തിലെ എൻ്റെ ശരീരം ജനിച്ചപ്പോഴുള്ള ശരീരം പോലാന്നോ? അല്ല. കൗമാരകാലത്തിലെ അനുഭവങ്ങളും അനുകൂല പ്രതികൂല അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കാൻ അങ്ങനെ ഒരു ശരീരം വേണം. അപ്പൊ ഞാൻ ഈ ശരീരം വളർന്ന് ആ ദശയിലോട്ട് വന്നു. കൗമാരദശയും കഴിയുന്നു. ആ കൗമാരദശയെ അനുഭവിക്കേണ്ട പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ശരീരം കൊണ്ട് പിന്നെ അടുത്തത് ഗാർഹസ്ഥ്യത്തില് അനുഭവിക്കാൻ പറ്റൂ. അപ്പം അടുത്ത ശരീരമാകും. അപ്പൊ ഇങ്ങനെ ഓരോ ദശയിലെയും ഓരോ അനുഭവങ്ങൾ അനുഭവിക്കാൻ അനുയോജ്യമായ ശരീരങ്ങൾ എടുക്കുക. ഈ ശരീരമല്ല ഞാൻ ഈ പരമാത്മജന്റെ അംശമാ. ഈ വാസന അനുഭവിച്ചു തീർക്കാൻ ഞാൻ ഓരോരോ തരത്തിലുള്ള ശരീരം എടുക്കുന്നു. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ലുങ്കി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നിൽക്കും. വെളിയിൽ പോകുമ്പോഴോ നമ്മൾ മുണ്ടും പാൻറ്റും ഒക്കെ ഇടും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഓരോ വസ്ത്രധാരണമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ജീവാത്മാവിന്റെ ഓരോ അനുഭവത്തിനനുസരിച്ചുള്ള ശരീരം എടുത്തേ പറ്റൂ. അപ്പം ആ അനുഭവം കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കൊണ്ട് പ്രയോജനമില്ല. അപ്പം ഞാനൊരു ഷർട്ട് കുറെ നാൾ യൂസ് ചെയ്തു, അതങ്ങ് വല്ലാതെ വൃത്തികേടായി. പിന്നെ ഞാൻ ആ ശരീരം ആ ഉടുപ്പിനെ കളയത്തില്ലേ, വേറൊരു പുതിയ ഉടുപ്പ് വാങ്ങിക്കും. എന്ന് പറയുന്ന പോലാണ് ഈ ജീവാത്മാവ് ശരീരങ്ങളെ എടുക്കുന്നത്. ആ ഉടുപ്പ് കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടുപ്പിനെ വിടും, വേറൊരു പുതിയ ഉടുപ്പ് എടുക്കും. ഞാൻ എൻ്റെ പഴയ ഉടുപ്പ് പോകുമ്പോൾ എനിക്ക് വിഷമം വരുമോ? എന്തിനാ ഞാൻ പുതിയൊരു ഉടുപ്പിടാൻ പോവാ എന്ന് പറയുന്ന പോലാണ് ഈ ജീവാത്മാവ് ശരീരങ്ങളെ എടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴോ ഈ സത്യങ്ങളെ ഒന്നും അറിയുന്നില്ല. അയ്യോ, ഇപ്പൊ നമുക്ക് ഈ പ്രായം, നമ്മള് കുട്ടിക്കാലം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ട് വരിക. വയസ്സാവുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. നമുക്ക് പ്രായമാവുന്ന ഇഷ്ടമാണ്. നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുട്ടിക്കാലമാണ് നമ്മുടെ ഏറ്റവും നല്ല കാലം. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഓരോ കാലത്തെ അനുഭവങ്ങൾ അനുഭവിക്കാൻ അതിന് അനുയോജ്യമായ ശരീരങ്ങൾ എടുത്തേ പറ്റൂ. ഇപ്പൊ വാർദ്ധക്യം വന്നു, ഈ വാർദ്ധകാലത്തിലെ അനുഭവങ്ങളില്ലേ? ബാല്യകാലത്തിലെ ശരീരത്തിൽ നിന്നുകൊണ്ട് വാർദ്ധകാലത്തിലെ അനുഭവം എടുക്കാൻ പറ്റുമോ? അപ്പൊ അതിനനുസരിച്ച് ആ ശരീരം വരുന്നു. ഇപ്പൊ ഞാനിതിനെ ഈ വാർദ്ധക്യവും അവസാനിക്കുമ്പോൾ എന്തുവായി? നമ്മൾ ഈ ശരീരം വിട്ടു പോകണം. കാരണം എന്തുവാ? ഇതങ്ങ് ക്ഷയിച്ചു. ഈ ശരീരം കൊണ്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ ഈ ശരീരം ശോഷിച്ചു വരുന്നു, ആരോഗ്യം നശിച്ചു വരുന്നു, ജനിച്ചതെല്ലാം നാശത്തിലോട്ട് പോകും. അപ്പം ഒരു പരിധി വരെ ഈ ശരീരം കൊണ്ട് ഈ ജീവാത്മാവിന് യൂസ് ഉള്ളൂ. അപ്പൊ ആ ശരീരം ക്ഷയിക്കുമ്പോഴോ? ഈ ശരീരം ക്ഷയിക്കുന്ന അവസരത്തിൽ എനിക്ക് കുറെ വാസനകളുണ്ട്. എനിക്ക് ഓട്ട മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടണം, അങ്ങനെ ഒരു അനുഭവം എനിക്ക് വരാനുണ്ട്. ഞാൻ ഒളിമ്പിക്സിൽ പോകുന്ന ഒരു അനുഭവം എനിക്ക് വരാനുണ്ടെങ്കിൽ, പക്ഷെ എൻ്റെ ശരീരം പ്രായമായി കഴിഞ്ഞു. ഈ ശരീരം വെച്ച് എനിക്ക് ഒളിമ്പിക്സ് ഓടി എനിക്ക് ജയിക്കാൻ പറ്റുമോ? ഈ ശരീരം വിടപ്പോ ഞാൻ ഈ ജീവാത്മാവ് വേറെ ശരീരത്തിലോട്ട് പോകും. അപ്പൊ അങ്ങനെ വരും. ഇതുപോലെ ഈ പ്രാരബ്ധം സഞ്ചിത കർമ്മത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ശരീരങ്ങളെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മള് വസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ.
മരണമെന്ന പ്രതിഭാസത്തിന്റെ സ്വരൂപവും പ്രയോജനവും എന്തെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ വളരെ സമൃദ്ധമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആശയം എളുപ്പം ഗ്രഹിക്കാൻ ഉതകുന്ന സുന്ദരമായി ഈ ഉദാഹരണം ഒരിക്കൽ കേട്ടാൽ മറക്കില്ല. പഴകിയ വസ്ത്രം മാറുമ്പോൾ ആർക്കെങ്കിലും വിഷമം തോന്നുമോ? പുതിയത് ഉടുക്കാനാണല്ലോ പഴയത് മാറ്റുന്നത്. അതുപോലെ തന്റെ വർത്തമാന ദേഹം ശൂന്യമാണ്. തന്റെ വർത്തമാന ദേഹം ഉപയോഗശൂന്യമാണ്, ജീർണിച്ചു കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ജീവൻ അതുപേക്ഷിച്ച് പറ്റിയ മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇനി ഈ ദേഹത്തിനാവില്ല. പരിണാമ പ്രക്രിയയിലൂടെയുള്ള വികാസം ത്വരിതപ്പെടുത്താൻ ഈ ദേഹം പര്യാപ്തമല്ല. ഇതുകൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വേണ്ട അനുഭവങ്ങൾക്ക് ഈ ദേഹം കൊള്ളില്ല എന്ന നില വന്നാൽ ആ ദേഹം ജീർണിച്ചു എന്നർത്ഥം. ജീർണിച്ചെന്ന് വെച്ചാൽ നമ്മൾ അഴുകി ഇങ്ങനെ പോകുന്നതിനല്ല, അതിന്റെ യൂസ് കഴിഞ്ഞു. ആ ശരീരമുള്ള യൂസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്ത അനുഭവം അനുഭവിക്കാനുള്ള ശരീരത്തിലോട്ട് ഞാൻ കിടക്കണം. അത് അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കി. മരണരഹസ്യത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനയെ ചിലർ വിമർശിക്കാറുണ്ട്. മരണരഹസ്യത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനയെ ചിലർ വിമർശിക്കാറുണ്ട്. ചെറുപ്രായത്തിൽ ആളുകൾ മരിക്കുന്നതിനെ ഈ ഉദാഹരണത്തിന്റെ വെളിച്ചത്തിൽ എന്ത് ന്യായീകരണമാണ് ഉള്ളത് എന്ന് അവർ ചോദിക്കുന്നു. അപ്പം ചെറുപ്പത്തിലെ മരിക്കുന്നു, ശരീരം ജീർണിച്ചിട്ടില്ലല്ലോ. അപ്പം ശരീരം ജീർണിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് ശരീരം ജീർണിച്ചിട്ടുള്ളത്. ആ ജീവാത്മാവിന് ആ ശരീരം കൊണ്ട്, ആ ജന്മത്തിലുള്ള പ്രാരബ്ധം ആ ശരീരം കൊണ്ടുള്ളത് കഴിഞ്ഞു. പിന്നെ ഇനി ബാക്കിയുള്ള അനുഭവങ്ങൾ ഈ ശരീരം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത ദേശയിലോട്ട് പോകാൻ പറ്റത്തില്ല. കൗമാരമോ യൗവനമോ വാർദ്ധക്യമോ പിന്നെ വന്നാൽ അതിന് അങ്ങനെയുള്ള അനുഭവങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ആ ബാല്യകാലത്തിൽ അത് ജീർണിച്ചു എന്നർത്ഥം. ആ ശരീരം കൊണ്ടുള്ള ഉപയോഗം അതിന് കഴിഞ്ഞു. ആ ജീവാത്മാവ് ആ സമയത്ത് അത് വിടും. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നു, ചെറുപ്പത്തിൽ മരിക്കുന്ന വ്യക്തികളെ നിരീക്ഷിക്കുന്ന വിമർശകന്റെ കണ്ണിൽ ആ ചെറുപ്പക്കാരന്റെ ദേഹം ജീർണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അതിനെ ധരിക്കുന്ന ചെറുപ്പക്കാരനായ ആ ദേഹി ഉണ്ടല്ലോ, ആ ജീവാത്മാവ്, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത ദേഹം ഉപയോഗശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം തോറും വാഹനങ്ങൾ മാറ്റുന്ന ചില ധനികരെ കാണാം. അവ വാങ്ങാൻ ആളുകളും ഉണ്ടാവും. ധനികനെ സംബന്ധിച്ചിടത്തോളം ആ വാഹനം പഴകിക്കഴിഞ്ഞു. വാങ്ങിയ ആൾക്ക് അത് പുത്തനായി തോന്നും. അതുപോലെ ദേഹിയാണ് തന്റെ ദേഹം ജീർണിച്ചോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നത്, അല്ലാതെ ദേഹസ്ഥിതിയോ പ്രായമോ ഒന്നുമല്ല എന്നോർക്കേണ്ടതാണ്. ഈ നമ്മൾ ഈ വാസനയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ ഒന്നും അറിയുന്നില്ല. നമ്മൾ ഈ മൈൻഡിന്റെ പവർ വെച്ചാൽ ഈ വാസനകളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്ത് ഞാൻ എൻ്റെ ചിത്തശുദ്ധി വരുത്തി ഞാൻ എൻ്റെ മനോനിലയെ ഉയർത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ജന്മത്തിന്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാവും. ആ ജീവാത്മാവിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ സിദ്ധന്മാർക്ക് ഈ അടുത്ത ഇന്ന ഡേറ്റിൽ ഞാൻ ഈ ദേഹം വിടുമെന്ന് പറയുന്നത്. കാരണം അവർക്ക് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. എൻ്റെ ദേഹം, ഈ ജീവാത്മാവിന്റെ ദേഹം, ഇരിക്കുന്ന ദേഹം ജീർണിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ജീവാത്മാവിന് അറിയാം. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ ഈ ശരീരം പറ്റില്ലെന്ന് വരുമ്പോൾ ആ സമയത്ത് ആ ശരീരം വിടും. പുതിയ ശരീരത്തിന് വേണ്ടി അത് യാത്ര തുടങ്ങും. അപ്പം ഇതാണ് ഈ ശ്ലോകത്തിലൂടെ കാണുന്നത്. ഈ ശരീരത്തിന്റെ ധർമ്മങ്ങളൊന്നും ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ? ശരീരം ഒരു ഉപകരണമാണ്. നമ്മൾ ഈ വസ്ത്രങ്ങൾ ധരിക്കുന്ന പോലെ ഓരോ വസ്ത്രവും അനുസരിച്ചാണോ എൻ്റെ വ്യക്തിത്വം. എനിക്ക് പല ഈ ജീവിതത്തിന് പല പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ എൻ്റെ ഡ്രസ്സുകൾക്ക് വല്ല പ്രാധാന്യമുണ്ടോ? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് ഈ വസ്ത്രങ്ങൾക്ക് വല്ല പ്രാധാന്യമുണ്ടോ? ഞാനിട്ട വസ്ത്രങ്ങളാണോ എൻ്റെ ജീവിത ലക്ഷ്യത്തിനെ സ്വാർത്ഥമാക്കുന്നത്? അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ധർമ്മങ്ങളൊന്നും എൻ്റെ ജീവിതയാത്രയെ തടസ്സമാകുന്നില്ല. എന്നുവെച്ചാല് ശരീര മനോബുദ്ധികളുടെ ധർമ്മങ്ങളൊന്നും ഈ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ബാധിക്കുന്നു? കർമ്മഫലത്തിന് വേണ്ടിയാണ് ഇത് മൂന്നും. ഈ കർമ്മഫലം എൻ്റെ അഴുക്കുകളാണ്. മുമ്പ് പുനർജന്മത്തെ പരാമർശിക്കുകയുണ്ടായി. അതിന് നേരത്തെ ഒരു ശ്ലോകം 12 അതിന് ഉപോദ്ബലകമാണ് ഈ ശ്ലോകം. ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതും മരണവാർത്തയാൽ ദുഃഖിക്കുന്നതും മരണരഹസ്യം അറിയാത്തത് കൊണ്ടാണ്. യാഥാർത്ഥ്യം അറിയുന്നവർക്ക് മരണം ഭയഹേതുവോ ദുഃഖഹേതുവോ അല്ല. വസ്ത്രം മാറ്റുമ്പോൾ ദേഹത്തിന് വേദന ഉണ്ടാവാത്തതുപോലെ ദേഹം മാറ്റുമ്പോൾ ദേഹിക്കും വേദന ഉണ്ടാവില്ല. പഴയ വസ്ത്രം അഴിച്ചു കളഞ്ഞാൽ നാം പിന്നെ നഗ്നരായി തന്നെ കഴിയേണ്ടി വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ പഴയ ദേഹം വെടിഞ്ഞാൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ
പറ്റിയ മറ്റൊരു പുത്തൻ ദേഹം ജീവൻ സ്വീകരിക്കുന്നു. വികാസവും പരിണാമവുമെല്ലാം മനോബുദ്ധികളിൽ കുടുങ്ങിക്കിടക്കുന്ന സങ്കല്പ ജീവനാണ്. വികാസവും പരിണാമമെല്ലാം മനോബുദ്ധികളിൽ കുടുങ്ങിക്കിടക്കുന്ന സങ്കല്പ ജീവനാണ്, ആത്മാവിനല്ല. പരിണാമ വിധേയമല്ലാത്ത പരിപൂർണതയാണ് ആത്മാവിന്റെ സ്വരൂപം. സ്വയം സമ്പൂർണമായ അതിന് വികാസത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്കറിയാം, ഇതിനകത്ത് പറയുന്നുണ്ട്, ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതും മരണവാർത്തയിൽ ദുഃഖിക്കുന്നതും മരണരഹസ്യം അറിയാത്തതുകൊണ്ടാണ്. യാഥാർത്ഥ്യം അറിയുന്നവർക്ക് മരണം ഭയഹേതുവോ ദുഃഖഹേതുവോ അല്ല. വസ്ത്രം മാറ്റുമ്പോൾ ദേഹത്തിന് വേദന ഉണ്ടാവാത്തതുപോലെ ദേഹം മാറ്റുമ്പോൾ ദേഹിക്കും വേദന ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലയോ ചിലരെ ഈ മരണം ഭയങ്കര ആ സമയത്ത് മരണവേദന പലർക്കും. അതെന്താ കാരണം? ഇപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്ന എന്തുവാ? ദേഹം മാറ്റുമ്പോൾ ദേഹിക്ക് വേദന ഉണ്ടാവില്ല, വസ്ത്രം മാറുമ്പോൾ ദേഹത്തിന് വേദന ഉണ്ടാവും. നമ്മുടെ വസ്ത്രങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് ദേഹത്തിന് വേദന ഉണ്ടാവും. പക്ഷെ അതുപോലെ ഇതിനകത്ത് പറയുന്നു, ദേഹം മാറ്റുമ്പോൾ ദേഹിക്ക് വേദന ഉണ്ടാവില്ല. പക്ഷേ നമുക്കെല്ലാം വേദനയാണ്. ഈ മരണസമയത്ത് മരണവെപ്രാളെന്ന് പറയത്തില്ലയോ? പലർക്കും ചിലരൊക്കെ വളരെ ശാന്തമായി മരിക്കും. പലർക്കും ആ മരണത്തിൽ അടുക്കുമ്പോൾ ബോധം ഉണ്ടെങ്കിൽ മരണിക്കുമ്പോൾ അവർക്ക് ആ ഒരു, ഞാനും 1-2 മരണങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ആ വിഭ്രാന്തി ഉണ്ട്, പോകാൻ അത് നമുക്ക് ഉണ്ടത്. എന്തുകൊണ്ടാത്? ഞാൻ ഈ ബോഡിയായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ഭയങ്കര വേദനാജനകമാണ്. പക്ഷെ നമ്മൾ ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയാലോ, നമ്മൾ എല്ലാവരുടെയും സംസ്കാരമൊക്കെ ഡിഫറൻറ്റാ. ഈ ശരീരമായിട്ട് ഈ ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഈ മരണം വളരെ ഒരു വേദനാജനകമാണ്. നമുക്ക് ഭയങ്കര ഒരു ദുഃഖാനുഭവം. അപ്പം ഈ അറ്റാച്ച്മെന്റിന്റെ ആസക്തി, ജീവിതത്തിനോടുള്ള ആസക്തി, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, പലതിനോടുള്ള ആഗ്രഹങ്ങൾ, എല്ലാവരോടും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഈ വസ്തുക്കളുമായിട്ടുള്ള ആസക്തി കാരണം ഈ ശരീരം വിട്ടുപോകാൻ ജീവാത്മാവിന് ഭയങ്കര വിഷമം വരും. സോ അതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അറിയാം. പക്ഷെ ചിലരൊക്കെ അങ്ങനല്ല. നമുക്കറിയാം, ഇത് പലരുടെയും മരണം പല അവസ്ഥകളിലാണ് പോകുന്നത്. കാരണം ഈ ജീവാത്മാവിന്റെ ആസക്തി അനുസരിച്ചിരിക്കും. ഈ ജീവാത്മാവ് വാസനയിൽ അത്രത്തോളം ഇഴുകി ചേർന്നവരാണെങ്കിൽ അത് ആ വാസനയായിട്ട് നമ്മൾക്ക് ഇത് മനുഷ്യന് മാത്രമേ ഇതിനകത്ത് മാറ്റം വരുത്താൻ ഒക്കത്തുള്ളൂ, അതിനുള്ള കഴിവുള്ളൂ. കാരണം എന്താ? വിവേകമുണ്ട്. വിവേകത്തിൽ ജീവിച്ചവർക്കും വികാരത്തിൽ ജീവിച്ചവർക്കും രണ്ടും രണ്ട് തരത്തിലാണ് ജീവിതം അനുഭവങ്ങൾ വരുന്നത്. വിവേകമുള്ളവർക്കും ദുഃഖാനുഭവങ്ങളും സുഖാനുഭവങ്ങളും വരുന്നുണ്ട്. വികാരത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവർക്കും സുഖാനുഭവങ്ങളും ദുഃഖം. പക്ഷെ രണ്ടുപേരുടെ ഇന്റൻസിറ്റി വേറെയാണ്. അപ്പൊ ഈ പാരമാർത്ഥിക സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദുഃഖമായാലും സുഖമായാലും നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. നമ്മളൊന്നും അടിതെറ്റി പോകത്തില്ല. എങ്ങനെയാ? അതിനൊരു എക്സാമ്പിൾ പറയും. കടലിലെ തിരമാലകള് വന്ന് ദീപസ്തംഭത്തിൽ അടിക്കും. ആ ദീപസ്തംഭത്തിന് വല്ലോ ഇതുണ്ടോ? അത് ഉറച്ചു നിൽക്കുക. ആ ഉറച്ച് എവിടെ? കടലിന്റെ അടിത്തട്ടിൽ കെട്ടിയ ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് വന്ന് ഇത് വന്ന് ഈ ദിവസത്തിനെ മറിച്ചിടുവോ? അതിൽ വന്ന് അടിച്ച് തിരകള് ചിന്നിച്ചെറിപ്പോവും. അതേ സമയത്ത് ഈ കടക്കുന്ന ഒരു വഞ്ചിയോ തിരമാലകൾക്ക് അനുസരിച്ച് പൊങ്ങിപ്പോവും, അതിനനുസരിച്ച് താഴ്ന്നു പോവും, പിന്നെ അതിനകത്തിൽ മുങ്ങിപ്പോവും. സോ ഇതുപോലാണ്. കാരണം നമ്മുടെ മനസ്സ് ഈ പരമാത്മ ചൈതന്യത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ചിത്തശുദ്ധി വരുത്തി കഴിഞ്ഞാൽ, ഒരു അനുഭവങ്ങളും നമ്മളെ സ്റ്റാർട്ട് ചെയ്യത്തില്ല. സുഖാനുഭവത്തിൽ നമ്മൾ അഹങ്കരിച്ചു പോകത്തില്ല, ദുഃഖാനുഭവത്തിൽ നമ്മൾ തകർന്നു പോകത്തില്ല. നമ്മൾ ഇതിനെല്ലാം സാക്ഷിഭാവത്തിലേക്ക് നിരീക്ഷിച്ച് ഇതിനെയെല്ലാം അതാണ് എൻജോയ്മെന്റ്. എല്ലാത്തിനെയും സമഭാവനയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? നമ്മളിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിച്ചിരിക്കുന്നതാണ് സുഖാവസ്ഥ, ആനന്ദാവസ്ഥ. അതല്ല. എന്റെ സ്വസ്ഥതയും സമാധാനവും ഒരു സാഹചര്യത്തിലും എന്റെ സ്വസ്ഥത കൈവിടാതിരിക്കുന്നതാണ് എന്റെ എൻജോയ്മെന്റ്, ജീവിതത്തിന്റെ എൻജോയ്മെന്റ്. നമുക്ക് എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ കഴിയുന്നു. നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമുക്കിപ്പോ എങ്ങനെയാ ജീവിതത്തില് കൂടുതലും നമുക്ക് ദുരിതമാണ്, ദുഃഖാനുഭവങ്ങളെ. എന്തുകൊണ്ടാ? ഞാൻ എൻ്റെ കർമ്മങ്ങളെ ഞാൻ വികാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നിന് പുറകെ ഒന്നായിട്ട് എനിക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിവേകത്തിൽ അനുഷ്ഠിച്ചാലോ നമ്മൾ എപ്പോഴും സ്വസ്ഥതയിലായിരിക്കും.
നമ്മുടെ മാനസികാവസ്ഥ വളരെ ശാന്തമായിരിക്കും. ഏത് പ്രക്ഷുബ്ധാവസ്ഥയിലും മനുഷ്യ ടർബുലൻസ് വരത്തില്ല. അപ്പൊ ഇത് നമ്മൾക്ക് ഇത് എന്തുകൊണ്ടാ ഇത് നമ്മളെ ഈ രീതിയിലോട്ട് ഇപ്പോഴാണ് ഈ പരാമർശ സത്യങ്ങൾ അറിയുന്നത്. ഈ ഗീതയോ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിലോ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ? നമുക്ക് ഇതിനെക്കുറിച്ച് എത്രയോ പേര് ഇപ്പൊ നമ്മൾ ഇതിനെ കൂടെ ഇതിനകത്ത് ഇത് മനസ്സിലാക്കുന്നു. ഇത് എനിക്ക് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അല്ലാതെ ചുമ്മാതെ ഏതോ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത നമുക്ക് നടപ്പിലാക്കാൻ വരാത്ത ഒരു സിദ്ധാന്തം പോലെ നമുക്ക് തോന്നില്ല. ഇതെല്ലാം അനുഭവിച്ചവരുടെ അനുഭവം പറയുന്നു. ഇത് നമുക്കും അനുഭവമാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ടേൺ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഈ ഭീമന്റെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തില് ഭയങ്കര ഒരു കോൺഫിഡൻസിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം മരിക്കും, പ്രതിസന്ധി വന്നു, ഇനി അടുത്ത എനിക്ക് മരണത്തിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണനിലോട്ട് തിരിയുകയാണ്, കൃഷ്ണനെ നോക്കുകയാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ പല പല ജന്മങ്ങളിൽ കൂടെ നമ്മൾ ഈ ജന്മത്തിൽ വന്നപ്പോഴേ നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഗീതയിലോട്ട് തിരിയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോ ഗീത പഠിക്കാൻ എന്തുകൊണ്ട് വന്നു? ആരെങ്കിലും നിർബന്ധിച്ചോ? എന്തോ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നില്ലേ? ഇതിലോട്ട് നമ്മളെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നില്ലയോ? ആരുടെയെങ്കിലും കമ്പൽഷൻ ഉണ്ടാകുന്നോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? നമ്മുടെ ലൈഫിൽ വന്നേക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ ഇത്? പലരും അതിൻ്റെയൊക്കെ കാരണമായേക്കാം, പക്ഷേ ആരുടെയോ നിർബന്ധത്തിനാണോ നമ്മൾ ഗീത പഠിക്കുന്നത്? അപ്പം നമ്മളിപ്പോ ഈ ഇതിലോട്ട് തിരിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം എന്താ? നമ്മൾ വിവേകത്തിലോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ വിവേകത്തിലോട്ട് തിരിഞ്ഞാലുള്ള ഗുണം എന്താ? വിജയം സുനിശ്ചിതമാണ്. അതാണ് തളർന്ന അർജുനൻ കൃഷ്ണനോട് പറയുന്നു, കൃഷ്ണ, എനിക്ക് ശ്രേയസ്കരം എന്തെന്ന് അറിയുന്നില്ല, എനിക്ക് തളർച്ച വരുന്നു, ഗാന്ധീവൻ കയ്യിൽ നിന്ന് പോകുന്നു, ശ്രേയസ്കരം എന്തെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കൃഷ്ണനെ ആശ്രയിക്കുക. അതേ സമയത്ത് വേണ്ട, എനിക്ക് യുദ്ധം വേണ്ട, ഞാൻ തിരിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു പിടിവാശ പോലെ തിരിച്ചു പോയിരുന്നെങ്കിലോ? അത് ആർജവത്വം കൊണ്ട് എൻ്റെ ഈ തളർച്ചയുടെ കാരണം എനിക്കറിയണം, എനിക്ക് ശ്രേയസ്കരം വരണം, എനിക്ക് എൻ്റെ ജീവിതം ഉയർന്നു വരണം, ഷാറ്റഡായി പോകാനല്ല, അഭിവൃദ്ധി വരണം, ഉയർച്ച വരണം. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഇതിലോട്ട് തിരിഞ്ഞവരെല്ലാം നമ്മൾ വിവേകത്തിലോട്ട് തിരിഞ്ഞവരാ. അപ്പോൾ ഇതിനെ നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്, ഇതൊക്കെ പറയാൻ കൊള്ളാം, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഒക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ പറയുമ്പോൾ ശരിയാന്ന് തോന്നുന്നു, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഈ ഒരു അറിവ് പോലും എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അറിയാൻ താല്പര്യമില്ലാതെ മാറിപ്പോകുന്നവർ എത്രയോ പേരുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ താല്പര്യം വന്നു? അപ്പോ അതാണ് ഞാൻ 2 പേജ് ഇന്നിട്ടിരുന്നത്. വിവേക ചൂടാമണിയില്ലേ, നമ്മൾ വിചാരിക്കും, ഇത് ആത്മീയമായിട്ടൊക്കെ എനിക്ക് ഇതൊക്കെ പെട്ടെന്നൊന്നും സാധ്യമല്ല. അങ്ങനല്ല. ഇത് നമ്മളെല്ലാം ഇതിലോട്ട് ഇപ്പൊ തിരിഞ്ഞിരിക്കുവാണ്. എൻ്റെ ഒരു താല്പര്യം, ക്യൂരിയോസിറ്റി, താല്പര്യം ഇതിലോട്ട് ജനിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഈ എവല്യൂഷന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലോട്ട് വന്നിരിക്കുക. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് വന്ന് ഇതിനെക്കുറിച്ച് അറിയുകയാണ്. ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക ആത്മാർത്ഥമായിട്ട്. പക്ഷെ നമുക്കൊരു തോന്നൽ, ഒക്കുന്നില്ലല്ലോ ഇല്ലയോ, നമുക്കൊരു തോന്നൽ വരുന്നു. അപ്പൊ നമ്മൾ എത്രയോ നാള് ഗുരുവായൂർ പോയിട്ടുണ്ട്. എല്ലാവരും ഗുരുവായൂർ പോകുന്നില്ലേ? എല്ലാവരും ഗുരുവായൂർ പോയിട്ടുണ്ട്. എന്നെങ്കിലും നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഗുരുവായൂർ പോയി വഴിപാട് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എത്രയോ പോയിട്ടുണ്ട്. എന്താ ഇതുവരെ ഗീത പഠിക്കാൻ നമുക്ക് തോന്നാഞ്ഞത്? നമ്മളിപ്പം ഈ ഇടയ്ക്ക് വല്ലതും പോയി തുടങ്ങി? അല്ലല്ലോ, ഇപ്പോഴാണോ കേട്ട് തുടങ്ങിയത് ഗുരുവായൂരിനെ കുറിച്ച്? അവിടെ അവിടുത്തെ പ്രതിഷ്ഠ കൃഷ്ണനാണെന്നറിയാം, കൃഷ്ണൻ ഇങ്ങനെ ഗീതോപദേശം കൃഷ്ണന്റെ ആണെന്നറിയാം. ഇതൊന്നും മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും നമുക്ക് താല്പര്യം വന്നോ? എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഗുരുവായൂർ പോകുന്നു. എന്താ ഇപ്പൊ വന്നേ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? എനിക്കറിയത്തില്ല, ഓരോരുത്തരുടെയും അനുഭവം പറയുക. അപ്പൊ ഇതില് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിലോട്ട് താല്പര്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ മനസ്സിലാക്കണം, അറിയണം, ഇത് പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം, എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്ന് ആർക്കെങ്കിലും താല്പര്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു സ്റ്റാറ്റസ് ആണ് ഞാൻ ഇന്നത്തെ പേജിൽ വിവേക ചൂടാമണിട്ടിരുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഈ താല്പര്യം, ഈ ക്യൂരിയോസിറ്റി, ഇത് അറിയണം എന്നുള്ള എൻ്റെ മനോഭാവം സത്യമാണെങ്കിൽ നമ്മൾ ഈ മോക്ഷാവസ്ഥയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
നമ്മൾ പ്രയത്നം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിലോട്ട് എത്താം. അതൊരു പരമാർത്ഥ സത്യമാണ്. കാരണം നമ്മളിപ്പം അമ്പലത്തിൽ പോകുന്നതോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗീത ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നാരായണീയം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നു, ഈ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. എനിക്ക് ഈ ഗീത, ഈ കൃഷ്ണൻ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളണം. ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ എനിക്ക് ഉൾക്കൊണ്ട് എൻ്റെ ഈ ജീവനെ ഉയർത്തണം. അല്ലാതെ കുറെ സാധനങ്ങൾ ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ. അതും ഈ വിവേക ചൂടാമണി ഇതെല്ലാം പറയുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഗീത പഠിക്കണമെന്ന് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ വിവേക ചൂടാമണി, ചിന്മയാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്. ശങ്കരാചാര്യരുടെ കൃതിയാണത്. ഈ ഭഗവത്ഗീത എഴുതിയ പോലെ വിവേക ചൂടാമണിയുണ്ട്. അതിൻ്റെ 80ാമത്തെ പേജ് വരെ, അതൊരു 650 പേജുള്ള ഒരു ബുക്കാണ്. ഈ ആദ്യത്തെ 80 പേജ് വായിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനൊക്കും, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നൊക്കെ. പിന്നാണ് ഞാൻ ഈ പറഞ്ഞ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഭൗതിക സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും, ഇങ്ങനെ നമ്മുടെ ആ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, ഇപ്പം ഞാൻ ശരീരത്തിലേക്ക് ജീവാത്മാവിനെ കുറിച്ചുള്ള എല്ലാ ബേസിക് നോളജും അതിനകത്തിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 80 പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നേറേണ്ടത്, ഇപ്പൊ ഈ ആത്മീയതയിൽ എങ്ങനെ വേണം, ഈ ഗീതയെ എങ്ങനെ മനസ്സിലാക്കണം, ഈ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ആദ്യത്തെ 80 പേജുകളിൽ വായിക്കാൻ പറ്റും. അതിനെ ഈ ജീവിതത്തിന്റെ ഈ മനുഷ്യന്മം കിട്ടിയതിന്റെ മഹാത്മ്യം നമ്മൾ അറിയണം. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും, മനുഷ്യന്മാർ നമ്മൾ ജനിച്ചു മനുഷ്യനായിട്ട് ജനിച്ചു, കുഞ്ഞ് ജനിച്ചു, അത്രേ ഉള്ളൂ. ഈ ഒരു ജന്മത്തിലോട്ട് വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ പ്രാധാന്യമാണ്. അതാ ഇതിന്റെ നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോരുത്തരും പഠിക്കേണ്ടത്. അത് നമുക്ക് ഒന്നും പറഞ്ഞു തരാനില്ല. ഇവിടെ പറഞ്ഞു തരാൻ എന്തുണ്ട്? നമ്മളിത് വായിച്ച് നമ്മൾ മനനം ചെയ്യുക. മനനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്യുന്ന സാധനകളൊക്കെ എൻ്റെ ചിന്തകളെ കുറച്ച് കൊണ്ടുവരാനാ, ആവശ്യമില്ലാത്ത ചിന്തകളെ കുറച്ച് കൊണ്ടുവരാനാ. ഈ മനനത്തിൽ കൂടെ എനിക്ക് എൻ്റെ ഈശ്വര ചൈതന്യത്തിൽ ഉറയ്ക്കത്തുള്ളൂ. എൻ്റെ മനസ്സ് ഈശ്വര ചൈതന്യം നിരന്തരം ചിന്തിക്കുക, നിരന്തര ചിന്തനം, മനനമാണ് ഏറ്റവും മുഖ്യം. ശ്രവണം, മനനം, നിധിധ്യാസനം. അപ്പം ഈ മനനം ചെയ്ത് ധ്യാനിച്ചാണ് ഞാൻ പരമാത്മ ചൈതന്യത്തോട്ട് സിങ്ക്രണൈസ്ഡ് ആവേണ്ടത്. അപ്പൊ നമ്മള് സാധനങ്ങളല്ല ഇമ്പോർട്ടൻ്റ് എന്നുവെച്ചാല് നമ്മൾ പാരായണം ചെയ്യുന്നു, പിന്നെ പഠിക്കുന്നു, നിറയെ ആത്മീയമായിട്ടുള്ള ബുക്കുകൾ വായിക്കും, അറിവ് കൂട്ടുന്നു, അതുകൊണ്ടങ്ങ് ഒരു കാര്യവും ഇല്ല. ഞാൻ അറിഞ്ഞതിനെ എൻ്റെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന അഭ്യാസമാണ് ഏറ്റവും മുഖ്യം. ഈ അഭ്യാസത്തിൽ കൂടെ എനിക്ക് എൻ്റെ ജന്മത്തിനെ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഈ നിരന്തര ചിന്തനമാണ് ഈ പ്രയത്നം. അല്ലാതെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല. എൻ്റെ മനസ്സ് അറിഞ്ഞതിനെ, അറിഞ്ഞതിലോട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിക്കണം. അത് നിരന്തര ചിന്തനം കൊണ്ടേ ഒക്കത്തുള്ളൂ. അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് വായിക്കാൻ പറ്റിയോ? 2 പേജ് വായിക്കാൻ പറ്റിയോ? ലതികൊച്ചുമ്മയ്ക്ക് വായിക്കാൻ പറ്റിയോ? വായിച്ചു ഞാൻ വായിച്ചു. അത് കൊച്ചു വായിച്ചിട്ട് എന്തോ തോന്നി? വായിച്ചിട്ട് തോന്നിയത് നമ്മുടെ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയത് വലിയൊരു ഈശ്വരാനുഗ്രഹമാ. അത് കേൾക്കാവോ? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോ നമുക്കൊരു തോന്നലില്ലയോ? ഇപ്പം ഇന്നലെ ഞാൻ ചോദിച്ചില്ലേ, ഇതൊക്കെ നമുക്ക് ഇത് പറയുമ്പോ മനസ്സിലാവുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് അത് പ്രവർത്തിലോട്ട് വരാൻ ഒരു ഇല്ലേ? പക്ഷെ അത് വെച്ചാല് നമ്മള് അതൊരു വിഷമമല്ല. നമ്മൾ ഈ നിരന്തര പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫേസിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴുണ്ട്, ഇതൊക്കെ എത്രയോ പേര്, ഇതൊക്കെ ഇനി എത്രയോ നമുക്ക് യാത്ര ചെയ്യണം, നമുക്ക് ഒരു തോന്നൽ വരും. പക്ഷെ ഈ ഒരു എന്തുകൊണ്ടാ ഇപ്പോഴും ഇങ്ങോട്ട് തിരിഞ്ഞത്? ആ ഫേസിന് അടുത്തെത്തിക്കഴിഞ്ഞു. അതൊരു പരമാർത്ഥമാണ്. കാരണം എത്രയോ പേർക്ക് ഇതൊന്നും പറഞ്ഞാൽ പോലും ഇതിനൊന്നും ഉൾക്കൊള്ളാനോ അവർക്ക് ഉറക്കം വരും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ. നമ്മൾ ഇതൊക്കെ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ഇത് താല്പര്യമില്ലാത്തവരോട് പറഞ്ഞു നോക്കിയേ.
അവർക്ക് കുറെ കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. കാരണം അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അവർക്ക് ആ ക്യൂരിയോസിറ്റി ഇല്ല, ജിജ്ഞാസയില്ല. അവരുടെ കുഴപ്പമല്ലത്. അതാ പറഞ്ഞേ, അതിന് ഇപ്പൊ ഈ ജീവിതത്തിന്റെ ഒരു ഒരു എവല്യൂഷൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇതിലോട്ട് ടേൺ ആവുന്നത്. അപ്പോൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിരന്തരം ആ അഭ്യാസം നമ്മളിപ്പോ അതാ പ്രയത്നം, മനസ്സുകൊണ്ടുള്ള ആ അഭ്യാസം. ഞാൻ ഇങ്ങനെ എന്റെ കർമ്മങ്ങളെ ഇങ്ങനെ മാറ്റി ചെയ്യും, എനിക്ക് മാറി ചെയ്യും, എന്റെ ശീലങ്ങളിൽ നിന്ന് ഞാൻ മാറുക, ഞാൻ എന്റെ കർമ്മങ്ങളെ ഞാൻ റിഫൈൻ ചെയ്യണം, അതിന് ശ്രമിക്കണം. അതെ അതെ. ലേഖ ചേച്ചിക്ക് എന്തോ അത് വായിച്ചായിരുന്നോ ഈ 2 പേജ്? ലേഖ ചേച്ചി കേൾക്കുന്നുണ്ടോ? വായിച്ചായിരുന്നു. എന്തോ തോന്നി ലേഖ ചേച്ചി? നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്. അല്ല, നമുക്കിതൊക്കെ എത്രയോ നമ്മളൊക്കെ ഒരു തോന്നലില്ലയോ, നമ്മൾ ഏറ്റവും ഇതിന്റെയൊക്കെ അങ്ങ് താഴത്തെ ആത്മീയതയുടെ താഴെത്തട്ട് നിൽക്കുവാണെന്നുള്ളൊരു തോന്നലില്ലായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അത് നമ്മൾ ഈ ഫേസിലോട്ട് എത്തിയപ്പോ മറ്റുള്ള എത്രയോ പേരെ ഇതിനകത്ത് പറഞ്ഞു സഹസ്രാണം, എത്രയോ പേരിൽ അപൂർവം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ജനിക്കത്തുള്ളൂ. അപ്പം ഇതിലോട്ട് കൂടുതൽ അറിയണം എന്നുള്ള തോന്നലുണ്ട്. അതെ. അതുകൊണ്ട് നമുക്കൊരു വിഷമം വരും, ഇതൊക്കെ ഇതെല്ലാം വായിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ അതുകൊണ്ട് പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട്ഫുൾ ഉണ്ടാവും. പക്ഷേ നിരന്തരം നമ്മൾ ഡെയിലി ഇതിനെ നിരന്തരം ചിന്തിച്ച് ഇതുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എപ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളിപ്പം നമ്മുടെ നേരത്തുള്ള ശീലം ഞാൻ പറഞ്ഞല്ലോ, ഒന്നീ പാസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഹന്താ മമതയിലോ ആയിരിക്കും കർമ്മം ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ അതിനെ റിഫൈൻ ചെയ്യുവാണ്. ഞാൻ ഓരോ കർമ്മവും ഞാൻ അതിനെ പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. അത് ഈ ഒരു ചിന്തകളെ എപ്പോഴും ഉണ്ടാവണം, നിരന്തര ചിന്തനം, മനനം. ചന്ദ്രലേക്ക് എന്തോ തോന്നുന്നു? പറഞ്ഞ ക്ലാസ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവെന്ന്. എവല്യൂഷൻ ചാൾസ് ഡാർവിന്റെ പഴയ ജീവികളിൽ നിന്ന് മാറി മാറി ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഹയർ ആയിട്ടുള്ളതാണ് നമ്മളായിട്ട് നിൽക്കുന്നത്. അത് പക്ഷെ ജീവാത്മാവ് ഒക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് മനസ്സിലായി. ഈ പ്രവർത്തികളിലേക്ക് ഇതിങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതിന് ശ്രമിക്കുന്നുണ്ടോ? മാറ്റമൊക്കെ വരുത്താറുണ്ട്. എങ്കിലും നമുക്ക് ഇതിലോട്ട് കൂടുതൽ വരുന്തോറും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളും ഒക്കെ ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പരീക്ഷണമാണെന്ന് ചില സമയത്ത് മനസ്സിലാവില്ല. അപ്പൊ നല്ല ക്ഷമയായിട്ട് ആരെങ്കിലും ഒക്കെ ജസ്റ്റ് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തരും, ഇതിനെ കുറിച്ച് ബോധമാക്കും. അപ്പൊ അത് മനസ്സിലായത് നമ്മൾ ഇതിലോട്ട് വരുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി. ഒത്തിരി പ്രശ്നങ്ങള് മെന്റലി, ഫിസിക്കലി, മൊത്തത്തില് പ്രശ്നങ്ങൾ ലൈഫിലോട്ട് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് തോന്നി. വല്ല മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നമുക്ക് ക്ഷമയാണ്. ക്ഷമ, ഇങ്ങനെ ഓരോ ക്വാളിറ്റീസ്, സഹനശക്തി, ക്ഷമയും വേണം, സഹനശക്തിയും വേണം, ധൈര്യവും വേണം, ഉറപ്പും വേണം. നമ്മൾ നമ്മൾ ധർമ്മം ഏതാണ്, നമ്മുടെ ശരി ഏതാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ വേണം. നമ്മളെല്ലാം ശരികളിൽ കൂടെ നീങ്ങുന്നത്. എന്റെ ഇഷ്ടമാണ് എന്റെ ശരി. നമ്മള് എന്റെ ഇഷ്ടം മാത്രമല്ല നോക്കേണ്ടത്, നമ്മളെ പൊതുവായിട്ടുള്ള ഒരു ഇഷ്ടം നോക്കുമ്പോൾ അത് ധർമ്മത്തിലോട്ട് വരും. എല്ലാവരുടെ ഇഷ്ടം നോക്കി നമ്മളിപ്പം എല്ലാവരുടെ ഇഷ്ടം നോക്കി നമ്മൾ ചില സമയത്ത് ജീവിക്കാൻ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ത്രീകളെന്നുള്ള രീതിയിൽ പെൺപിള്ളേര് വലുതാകുമ്പോഴ് വലിയ സ്ത്രീകളാവുമല്ലോ, അമ്മമാരൊക്കെ. അപ്പൊ ഒരു സ്റ്റേജിൽ അവർക്ക് എല്ലാവരുടെ ഇഷ്ടം നോക്കി ജീവിക്കാനും ഒക്കാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷെ ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ലൈഫിനെ കാണണമെന്നും പറയുന്നു.
അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ചില സ്ട്രഗിൾസ് ഉണ്ടാവും. പെണ്ണുങ്ങളുടെ ഇതിൽ ഞാൻ പറയാണ്, ആണുങ്ങൾക്ക് വേറെ പ്രശ്നമാണല്ലോ, ഫിനാൻഷ്യലി, ഇമോഷണലി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഗീത ഡെയിലി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു ബോധത്തിലും ഇങ്ങനെ വരും. വെറുതെ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല, ഇത് നമുക്ക് കേൾക്കാനുള്ളതാണ്, നമ്മൾ പണ്ട് ആരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇച്ചിരി പ്രയാസത്തോടുകൂടി ഉൾക്കൊള്ളും. പിന്നെ വേറെ ഒരു ഡ്യുവൽ ക്യാരക്ടർ മാതിരി അടുത്ത ക്യാരക്ടറായിട്ട് മാറും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇച്ചിരി പ്രയാസമാണ് ഇത് ഉൾക്കൊള്ളാൻ, അല്പം സമയമെടുക്കും. കുറെ വർഷങ്ങളായാലും ആദ്യം പഠിക്കുന്ന പോലൊക്കെ വീണ്ടും തോന്നും. അങ്ങനെ ഒരു പ്രത്യേക ഇതിലൂടെ കടന്നു കാണും. ഗീത ഞാൻ ചേച്ചിക്കോ? എനിക്ക് മനസ്സിലായത്. ശരി, ഓക്കെ. ഗീത ചേച്ചിക്കോ? കുറച്ചുകൂടെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ വയസ്സ് നീങ്ങേറ്റം പറ്റിയപ്പോഴാ അതൊക്കെ അറിയുന്നത് നമ്മള്. ഇപ്പോഴെന്താ കുഴപ്പം? ഇപ്പോഴും അല്ല, ഇപ്പൊ നമ്മൾ അന്നങ്ങ് ഈ ചിന്തിച്ചതിന്റെ നേരെ എതിരല്ലേ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അല്ല, പണ്ടത്തെ ഈ കഴിഞ്ഞതല്ലോ, കഴിഞ്ഞു പോട്ടെ. ഇനിയുള്ള അതെ, ഇപ്പൊ എന്തോ ഇപ്പൊ ഒരു മനസ്സിന് അതെ, ഒരു ഇപ്പം അതിന്റെ മാറ്റം നമ്മൾ വരുത്തുക, ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മറ്റേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നമ്മുടെ ചിന്ത വേറെ രീതിയല്ലായിരുന്നു. അതുപോലെ മനുഷ്യന്മ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണം ഇതിലൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ചിന്ത അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് വായിച്ചപ്പോഴാ ഇതൊക്കെ മനസ്സിലാകുന്നത്. അതുപോലെ പഠിക്കുമ്പോഴും ഇതിന്റെ മനസ്സിലാകുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഈ ഓരോ ദിവസത്തെ രീതി നോക്കുമ്പോ ഇതിന് വല്ല മാറ്റങ്ങൾ വരുന്നുണ്ടോ? കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ മാറ്റങ്ങളുണ്ടോ? പണ്ടത്തെ മനോഭാവം മാറി. മാറി നമുക്ക് ഇപ്പോഴത്തെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോ ഇതിലോട്ട് കൂടുതലും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മൾ ചിന്തിക്കുന്നതുമല്ല. മറ്റേ ഈ ചിന്തയല്ലായിരുന്നല്ലോ, വേറൊരു ചിന്തയല്ലായിരുന്നു നേരത്തെയൊക്കെ. ശരി, മഞ്ജുവിനോ? എപ്പോഴും അങ്ങനെ ജോലി ചെയ്യുന്നോണ്ട് സമയത്ത് ചിലപ്പോൾ മറന്നുപോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോ നിരന്തര സ്മരണ ഒന്നും പറ്റത്തില്ല. ഈ മറന്നു പോകുന്ന സമയത്ത് എന്തുവാ ചിന്തിച്ചോണ്ടിരുന്നെന്ന് ഓർത്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ജോലിയിൽ വ്യാപൃതനാകുമ്പോ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ചിലപ്പം. അപ്പൊ ഞാൻ എന്നുള്ള സാധനം അല്ല, ശരിക്കും അത് പരമാത്മാവിന്റെ ശക്തിയിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ബോധപൂർവം ചിലപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടി വരും. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട്. കണ്ടിന്യൂസ് 24 മണിക്കൂറും നമ്മൾ ആ പരമാത്മാവിലാണ് ഞാൻ ഈ ചെയ്യുന്നതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പറ്റുന്നില്ല. അതല്ലേ നമുക്ക് വേണ്ടത്. നിരന്തര മനനം എന്ന് പറയുന്നത് അതാണല്ലോ. അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് 24 മണിക്കൂർ നമ്മൾ 24 അല്ല, നമ്മളിപ്പോ ഉണർന്ന് ഇപ്പൊ ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് അത്രയും നമ്മൾക്ക് അപ്പോഴെല്ലാം നമ്മളിങ്ങനെ ആ ബോധത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളത് അതൊരു ശീലമായി വരുന്നില്ല നമ്മുടെ ബുദ്ധിക്ക്. ആ ബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ അത് ഉറപ്പിച്ചാലേ നമുക്ക് അത് ആ അനുഭവം വരത്തുള്ളല്ലോ. ഓക്കെ, ശരി. സമയം കഴിയാറായി. നാളെ കണ്ടിന്യൂ ചെയ്യും.